ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടീസ് ഉറങ്ങിയതിന് ശേഷമുള്ള എൻ്റെ കലാപരിപാടികളൊക്കെയാണ് കാണിക്കുന്നത്. ഇന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, അപ്പോഴേ ഇന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്, വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചത്. നോർമലി ഇവർ ഉറങ്ങിയതിന് ശേഷമാണ് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത്. കുളിക്കാനുണ്ടെങ്കിൽ കുളിക്കും, കുളിക്കുന്ന സമയത്താണെങ്കിൽ തുണി കഴുകാം. തുണി എല്ലാ ദിവസവും ഉണ്ടാവും. കാര്യം വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് തന്നെ ഒരു 3-4 ഡ്രസ്സ് മാറും, ഗ്രൂപ്പിന് 2 ഡെയിലി എന്തായാലും മാറും. പിന്നെ എൻ്റെതുണ്ടാവും. എൻ്റെ പിന്നെ അധികമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഒരു ഇട്ടത്ത് ഒരെണ്ണം മാറിയിട്ട് കുളിച്ചിട്ട് കയറുന്നതാണ്. പിന്നെ പുറത്ത് വേണമെങ്കിൽ കയറുന്നുണ്ട്, അത് ഇത്രയും ഉണ്ടാവുള്ളൂ. ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടാവും. ഇന്ന് ഇല്ല, ഞാൻ വൈകുന്നേരം ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോകുന്ന് ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുളിക്കാനില്ല, വാഷ് ചെയ്യാനില്ല. പിന്നെന്താ, രാത്രിത്തേക്കുള്ള ഫുഡാക്കണം. പിള്ളേർക്കുള്ള ഫുഡാക്കി കൊടുത്ത് പിള്ളേരെ കിടത്തി ഉറക്കിയത്. പിന്നെ ഇനി തൂക്കാനുണ്ട്, പിന്നെ തുടയ്ക്കാനുണ്ട്, രാത്രിത്തേക്കുള്ള ഫുഡാക്കണം. നമ്മൾ ഗൂഗിൾ വന്നിട്ട് കിടക്കുന്നവരുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പം വീഡിയോ കണ്ടുമൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലാസ്റ്റ് പറയുമ്പോൾ നിങ്ങൾ ചെയ്യൂല, അതുകൊണ്ടിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നത്. ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. പിന്നെ ആ ഓളെന്ന ഓപ്ഷനോടെ ഓണാക്കി കേട്ടോ. നമുക്ക് ആദ്യമേ ചൂലെടുത്തിട്ട് വരാം. ചൂലിരിക്കുന്നത് വെളിയിലാണ്, അവരാണെന്ന് ഉറങ്ങുന്നത്, അതുകൊണ്ടിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. ചെറിയ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ 2 എണ്ണം എണീക്കും, പിന്നെ എനിക്ക് പണിയാണ്. ഡ്രസ്സ് അലക്കിയിട്ടേക്കുന്നതാണ് കേട്ടോ. ചൂല് എവിടെയുള്ള എൻ്റെ കഷ്ടകാലത്തിന് ഇന്ന് ഞാൻ ഒരുത്തൻ്റെ അടുത്ത് ഇവിടേക്കൊന്ന് വൃത്തിയാക്കാൻ പറഞ്ഞു. അവൻ എവിടെ കൊണ്ട് വെച്ചേക്കുന്നു ചൂല്. എനിക്ക് തോന്നുന്നു അവിടെ റൂമിൽ തന്നെയാണ് തോന്നുന്നത്. നോക്കട്ടെ, കാണാം. ദേ കണ്ട, എൻ്റെ അണ്ണാൻ കുഞ്ഞുങ്ങൾ 2 നല്ല ഉറക്കമായി. ഇപ്പം സമയം 9 മണിയുണ്ട്. പാരുപ്പി അടപ്പം അവിടെ തപ്പട്ടെ. ഇപ്പം സമയം 9:30 ശിവേനെ ഞാനൊരു 9 മണിയായപ്പോൾ കിടത്തി, 9:15 ഉറങ്ങി. കാശിന് 9:15 കിടത്തി, 9:30 ഉറങ്ങി. മുന്നേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഉറങ്ങിച്ച് പാടായിരുന്നു. ശരി, ഇപ്പം കാണാം. ഇനി ലൈറ്റ് ഇടാം. ഫസ്റ്റിലത്തെ കലാപരിപാടി, ഈ ഷീറ്റൊന്ന് തട്ടിക്കൊടണം. നമ്മുടെ കുട്ടീസിനെ അവിടെ ഇരിക്കുന്ന കൊണ്ടിട്ട് എല്ലാം വലിച്ചു വാരിയാനത്. കാശി വിഷയമില്ല, പക്ഷെ ശിവ അവൻ വലിയ വിഷയമാണ്. ഇത് വെളിയിലിരുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ഞാനല്ല ഗൂഗിൾ നിർത്താത്തതുകൊണ്ട് വെച്ചാൽ. വെളിയിൽ പിള്ളേരൊക്കെ ഒരു പൂള് മേടിച്ചു, അത് വെക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുക്കുന്ന രീതിയാണ്. ഞാനും ഗൂഗിളും പിന്നെ വെളിയിൽ നിന്നിട്ടാണ് കഴിക്കുന്നത്. നമുക്കിവിടെ ഡൈനിങ് ഏരിയ ഇല്ല, ഡൈനിങ് ഏരിയയുടെ ആവശ്യമില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇവർക്കുള്ള ഫുഡ് ഇതിനകത്ത് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മൊത്തം വാരി ഇതിനകത്തില്ല. കാശി പിന്നെയും കുഴപ്പമില്ല കേട്ടോ, ശിവയാണ് വിഷയം. അവൻ കുഞ്ഞല്ലേ, അറിയത്തില്ലല്ലോ. പുള്ളിക്കാരൻ കഴിച്ചിട്ട് അവിടെ എല്ലാം വെച്ചാക്കും. ഇതങ്ങനെ വൃത്തിയാക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും പിള്ളേരെ രാവിലെ ഞാൻ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെയാണ് കൊണ്ടിരുത്തലും ഫുഡൊക്കെ കൊടുക്കലൊക്കെ. അപ്പോൾ തട്ടിക്കൂടെ ഇട്ട് കഴിഞ്ഞാൽ രാവിലെ സെറ്റായിട്ട് വരാം. ഇതൊക്കെ വയ്ക്കാനും പിടിക്കലും ഒക്കെയാണ് മെനക്കേട്. ഈ കവർ അത്യാവശ്യം ഇവിടെ വേസ്റ്റ് കളയാനായിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ കവറിൻ്റെ അകത്താക്കിയിട്ട് താഴെ താഴത്ത് കൊണ്ട് കളയാനാണ് പതിവ്. ഞാൻ പറയുന്ന വീഡിയോയിൽ കേൾക്കുമോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. കാര്യം വെച്ച് കഴിഞ്ഞാലേ മറ്റേ ഇതില്ല, ഇത് സംഭവം എന്താ, ഇതിനെന്താ പറയുന്നത്, ഫാമിലി കോട്ടല്ലേ, എന്തായാലും ഒരു സാധനം. അതിൻ്റെ ബെഡല്ല, സിംഗിൾ ബെഡ് 2 ഇട്ടേക്ക്, അതുകൊണ്ടിട്ടാണ് ഇത്ര ഈ ഒരു പോർഷൻ കിട്ടിയത്. പക്ഷെ അത് കിടക്കാൻ ഭയങ്കര സുഖമാണ്. ഒരു ഇങ്ങനെ മടക്കി ഇട്ടേക്കുന്നോണ്ടിട്ടേ ഒരു സെറ്റിൽ
ബാഗൊക്കെ ഇരിക്കുന്നത് എളുപ്പമാണ്. ഞാനിതിനകത്ത് അമ്മ പിന്നെ മുട്ടത്തീനൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കുത്തി വയ്ക്കാൻ. ഞാൻ കുത്തി വയ്ക്കും, പക്ഷേ ഇവന്മാർ വലിച്ച് ഇറക്കുന്നുണ്ടിട്ട് ഞാനിപ്പോൾ അത് കുത്തി വെക്കത്തില്ല. കുത്തി വെച്ചാൽ മര്യാദയ്ക്ക് തുടങ്ങിയിരിക്കും. പക്ഷെ പിള്ളേർ ഇല്ലെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പിള്ളേർ വെള്ളമൊന്നും നടക്കത്തില്ല. ഞാൻ ആകെ നാട്ടിലായിരുന്നപ്പോഴും ഇവിടെയും ഗുസ്തി പിടിക്കുന്നത് ഷീറ്റ് പിടിക്കണം. ഇതിനകത്ത് പിന്നെയും വിഷയമില്ല. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞാൽ ഈ കടൽ പോലൊരു സാധനമാണ്. അത് ക്യൂൺ സൈസോ കിങ് സൈസോ അങ്ങനെ പറയുന്നതാണ്. അതിനകത്ത് ഷീറ്റ് പിടിക്കാൻ ഭയങ്കര പാടാണ്. എൻ്റെ ഒരു ദിവസം കളഞ്ഞിട്ടല്ലേ അതിനകത്ത് ഷീറ്റ് പിടിക്കുമ്പോൾ. ഗൂഗിളിലെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കുക. അവ എല്ലാത്തിനും മടിയാണ്. എല്ലാത്തിനും എൻ്റെ കയ്യിൽ തന്നെ ചെയ്യണം. അവരുടെ ജോലിക്കാര്യങ്ങളെല്ലാം അവർ ഓക്കെയാണ്. പക്ഷെ വീട്ടിലെ കാര്യങ്ങളൊന്നും അവ അങ്ങനെ ചെയ്യില്ല. വീട്ടിലെ ഡ്രസ്സ് തന്നെ പല കൈക്ക് വാരിയിട്ടിട്ടാവും പോണത്. അതിൻ്റെ പുറകെ ഞാൻ നടക്കണം. പിന്നെ പറയുമ്പോൾ ഒരു തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ കൂടെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. തോന്നണം. ഭയങ്കര പാടാണ് തോന്നുന്നു എനിക്ക്. അതിൻ്റെ പരിപാടിയാണ്. പിന്നെ തറ മൊത്തം പൊടി. ഞാൻ ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം പൊടിച്ചിട്ടേക്കുന്നു. കാണാൻ പറ്റുമെന്ന് അറിയില്ല, കാണിച്ചു തരാം. നിറച്ച് പൊടി, ചവിട്ടുന്നിടത്തെല്ലാം പൊടി കണ്ട. അവിടെയൊക്കെ പൊടി. പൊടിയല്ലത്, ബിസ്ക്കറ്റ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓറഞ്ചിൻ്റെ പൊടി. തുടയ്ക്കുകയും കൂടെ വേണം. ഇവിടെ എല്ലാം നോക്കിയാൽ ഇവന്മാരെ കളിപ്പാട്ടം, ഒരു രക്ഷയില്ല കളിപ്പാട്ടം. എന്തോരം കളിപ്പാട്ടമാണെന്ന് പറയാം. കടയിൽ പോലും കാണും ഇത്രയും കളിപ്പാട്ടം. തൊടുന്നിടത്ത് പിടിക്കുന്നത് എല്ലാം കളിപ്പാട്ടം തന്നെ. പിള്ളേർ കിടക്കുന്നിടത്തോടെ തൂക്കണം. അത് ഞാൻ അവിടെ നിന്ന് സംസാരിക്കുന്നില്ല, തൂത്തിട്ട് കാണാം. ഇല്ലെങ്കിലേ അമ്മ എനിക്ക് ചെറിയ സൗണ്ടൊക്കെ എണീക്കും. എണീറ്റ് ഞാൻ പറഞ്ഞു നടക്കത്തില്ല. ഇവിടുത്തെ ലൈറ്റ് ഇടത്തില്ല. ഉറക്കോ ഞാൻ ഇവിടെ തൂത്തിട്ട് കാണാം. അപ്പം ഇതാണ് നമ്മുടെ ബാൽക്കണി. ഇവിടെയാണ് തുണിയൊക്കെ കഴുകിയിടൽ. ചിലതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, ചിലതൊന്നും ഉണങ്ങിയിട്ടില്ല. അങ്ങോട്ടുള്ളതൊക്കെ ഉണങ്ങാൻ പാടാം. കാര്യം വെച്ചാൽ വൈകുന്നേരം കഴുകിയിട്ടാണ്. അത്യാവശ്യം വലിയ ബാൽക്കണിയാണ് ഇവിടെ. നോർമലുള്ള സ്വിമ്മിംഗ് പൂളാണ്. ബോബ് ഇതിനകത്ത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വെള്ളം നിറച്ചിട്ട് കൊടുക്കും. അവരതുമായിട്ട് കിടന്ന് കളിച്ചോളും. നിറച്ച് വെള്ളം ഇവിടെ കൊണ്ടിട്ട് തുടയ്ക്കാനുള്ള എടുക്കാനാണ് ഇങ്ങോട്ട് പോകും. തുണി എടുക്കാനല്ലായിരുന്നു. അപ്പം നമ്മൾ തുടച്ചിട്ട് വരാം. ബാ, ഇതാണ് നമ്മുടെ വാഷ്റൂം. ഞാൻ തുണി കഴുകിയിട്ട് അവിടെ തന്നെ ഇട്ടുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ബാൽക്കണിയിൽ പിള്ളേരൊന്ന് കളിക്കുന്നോണ്ടിട്ടേ വലിയ തുണി കൊണ്ടിട്ട് കഴിഞ്ഞാൽ വെള്ളം വീഴുന്നത് ചെറുതാകുമ്പോഴത്തേക്ക് പിന്നീടൊന്നും കുഴപ്പമില്ല. ഇതാകുമ്പോൾ വെള്ളം തോന്നിട്ട് രാത്രി കൊണ്ട് വന്നിട്ട് ഇവിടെ തന്നെ ഇടും. വെള്ളം തോന്നു കഴിയുമ്പോഴത്തേക്ക് എടുക്കുന്നു. ബക്കറ്റ് സാധാരണ ഞാൻ അവിടെ കൊണ്ടിച്ചിട്ട് കഴുകി തുടയ്ക്കുന്നത്. അപ്പോൾ തുണി ഉണ്ടായിരുന്ന തുടപ്പായിട്ടുണ്ടല്ലോ മോപ്പ് ഒതുങ്ങി പോയി.
ഇരിക്കുമ്പോൾ ഭയങ്കര സൗണ്ടാണ്, വൃത്തികെട്ട സൗണ്ടാണ്. അതുകൊണ്ടിട്ട് എന്താ ഞാൻ വാഷ്റൂമിൽ പിഴിഞ്ഞുകൊണ്ട് പോയിട്ട് അവിടെ തുടച്ചിട്ട് വരാമേ, എന്നിട്ട് ബാക്കി വിശേഷം പറഞ്ഞു. ഞാൻ സാധാരണ റൂമൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ഇവിടെയും തുടയ്ക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ പിള്ളേരിയ്ക്കുന്നല്ലേ, നമുക്ക് എന്നെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയാൻ വയ്യ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ബാക്കാൻ വെച്ചേക്കുന്നതുകൊണ്ടിട്ടേ അറിയാൻ വയ്യ. പിള്ളേരിയ്ക്കുന്നതുകൊണ്ടിട്ട് ഇവിടെ തുടച്ചിടും. പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടിട്ട് എന്നും തുടയ്ക്കാൻ പറ്റില്ല. ഞാൻ തൂത്തെങ്കിലും ഇടാറുണ്ട്. ഞാൻ വൈകുന്നേരം ഒന്ന് തുടച്ചാൽ, കാര്യം ഗൂഗിൾ പിള്ളേരെ ഇരുത്താൻ എനിക്ക് ഇരട്ടി പണിയിടാൻ ഗൂഗിൾ ഇരിക്കുന്നത് ഒന്നും പറയണം കേട്ടോ, വീഡിയോ കാണാൻ പറ്റത്തില്ലായിരിക്കും. നിറച്ച് വെള്ളം ഇവിടെ, കാര്യം അതിൻ്റെ അകത്ത് ആ പിള്ളേരുടെ പൂളിൻ്റെ അകത്ത് വെള്ളം നിറച്ചുകൊണ്ടിട്ടേ അതിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇവിടെ കിട്ടിക്കിടക്കുക. രാവിലെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ വന്നിട്ട് അതിൻ്റെ മുകളിലായിരിക്കും കയറുന്നത്. പിന്നെ ഇവിടെ ഭയങ്കര വെയിലായതുകൊണ്ടിട്ട് അത് അതേപോലെ ഉണങ്ങിപ്പോയിക്കോളും. ഇവിടെ പിന്നെ അങ്ങോട്ടേക്ക് കാർപ്പറ്റ് ഇട്ടേക്കാണ്. ഇന്നലെ കൊച്ചു വന്നിട്ട് പിള്ളേരെ അതിനകത്താണ് ഇരുത്തിയിരുന്നത്. കാർപ്പറ്റിൻ്റെ അകത്ത് പൂള് വെച്ചിട്ട് അതിനകത്ത് ഇരുത്തി. അപ്പോൾ അതിനകത്ത് നിറച്ച് വെള്ളമായി. കാരണം വെച്ച് കട്ടിയുള്ള കാർപ്പറ്റ് എടുത്തിട്ട് പൊക്കി കുടയാനും എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഉണങ്ങാതിരുന്ന ഒരുമാതിരി ഒരു വൃത്തികെട്ട സ്മെല്ല് വരുമല്ലോ, അതുകൊണ്ട് അവിടെ ഇടണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് എടുത്ത് ഇടിപ്പിച്ചത്. എനിക്ക് അറിയില്ലേ, അവിടെയൊക്കെ പിന്നെ തൊട്ട് കഴിഞ്ഞാൽ അവിടെ എല്ലാം ഇങ്ങനെ കളിപ്പാട്ടമാണ്. അങ്ങോട്ടെല്ലാം കാർപ്പറ്റിനകത്ത് അങ്ങോട്ട് വെള്ളം ആവണമെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ ഇരുത്താണ്. അവിടെ എല്ലാം വെള്ളം അയക്കുന്നു. ഇവിടെ അയ്യോ നിറച്ച് കളിപ്പാട്ടൊന്നും എടുത്ത് ഒതുക്കാൻ നിൽക്കുന്നില്ല. ഇനി പിരിയാൻ വയ്യ. ആവശ്യത്തിന് സ്ഥലം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ സാധനം കൊണ്ട് വെച്ചിട്ട്. സ്ഥലവും ഇല്ല, ഒന്നുമില്ല. നിറച്ച കളിപ്പാട്ട് വേറെ കാണാൻ പറ്റും. എനിക്കറിയാം ഇരുട്ടായതുകൊണ്ടിട്ടേ കണ്ടോ, ഇവിടെ എല്ലാം കളിപ്പാട്ടോ. രാത്രി ഗോഗു വന്നിട്ടൊന്ന് വാക്യൂം ചെയ്യിപ്പിക്കാം. എല്ലാം വാരിപ്പറക്കി കവറിൻ്റെ അകത്തോട്ടാക്കി വെക്കാം. ഈ സാധനം ഒരു ദിവസം കാശി ഇതിൻ്റെ മുകളിൽ കയറി ഓടിച്ചിട്ട് തന്നെ വീണ്. അങ്ങനെ കബോർഡിൻ്റെ അകത്തെടുത്ത് വെച്ചാൽ ഈ കബോർഡ് അവിടെ ഞങ്ങളുടെ അവിടുത്തെ റൂമിൽ ഇരുന്നായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക് തിരിച്ചു പോകും. അയ്യോ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരണ്ടാന്ന് ഞാൻ 100 വട്ടം പറഞ്ഞതാ, പക്ഷെ ആരും കേട്ടില്ല. ഗോകുവും കേട്ടില്ല, അമ്മയും കേട്ടില്ല. ലാസ്റ്റ് എന്തായി, ഇവിടെ മഴ പെയ്തപ്പോഴത്തേന് കബോർഡ് വെളിയിലല്ലായിരുന്നോ, അന്നേരം ഈ താർത്തൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അതിന് ശേഷം താർത്തിട്ടത് വെളിയിലിരുന്നിട്ട് അത് മൊത്തം ഈ കബോർഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഫ്ലൈവുഡ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സാധനമാണ്, ഇച്ചിരി കൂടെ കട്ടുള്ള സാധനമാണ്. അത് ഇരുന്നിരുന്ന് അതിൻ്റെ അകത്തെല്ലാം വെള്ളം ഇറങ്ങി അത് നാശമായിപ്പോയി. ഇനിയിപ്പോൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ പുതിയ കബോർഡും ചട്ടിലെല്ലാം വാങ്ങിയിട്ടേ പോകുമ്പോൾ പറ്റത്തുള്ളൂ. ഇവിടെ കിടന്ന സാധനം എല്ലാം കൂടെ അവിടെ കൊടുത്തിട്ടാണ് അവർക്ക് എന്തിനും കൊടുത്തേക്കുന്നത്. ഒരു ചുമടുണ്ട് അവന്മാരെ കളിപ്പാട്ട് എല്ലാം ഞാൻ കെട്ടിപ്പറക്കി ആ കബോർഡിൻ്റെ അകത്ത് വെച്ചേക്കാം. പകുതി മാത്രം എടുത്ത് വെളിയിലിട്ടിട്ടുള്ളൂ. ഇല്ല എനിക്ക് തന്നെ പണിയാ. പിള്ളേരെ കുഴപ്പം വെച്ചാല് ഇത് കളിച്ചോണ്ടിരിക്കുകയും ചെയ്യും, കാശി വിട്ടു കൊടുക്കൂല, ശിവയും വിട്ടു കൊടുക്കൂല. രണ്ടാളും ഒന്നിനൊന്നിന് വെച്ചോ. കാശി ഒന്നെടുത്ത് അന്നേരം ശിവയ്ക്ക് അത് വേണം, ശിവ ഒന്നെടുത്ത് കഴിഞ്ഞാൽ കാശിക്ക് അത് വേണം. പിന്നെ ഒന്ന് പറഞ്ഞിട്ട് പാത്രങ്ങൾ, എൻ്റെ വാച്ച്, പിന്നെ പുട്ടുകുറ്റി, ഇതൊക്കെയാണ് അത് വെച്ച് കളിക്കുന്നത്. ഒന്ന് പോരാന്നുണ്ടെങ്കിൽ മാവ് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേണം. പക്ഷെ എന്തൊക്കെയാണോ എന്തോന്ന് നടക്കുന്നത്, എല്ലാവരും അതൊക്കെ തന്നെ ആയിരിക്കും.
ഈ കാർപ്പറ്റിനകത്ത് വെള്ളം പിടിക്കണമെന്നുണ്ടെങ്കിൽ വാക്യൂം ചെയ്താലേ പിടിക്കാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്താൽ ശരിയാവത്തില്ല. അത് ഗോപു വന്നിട്ട് അവൻ ചെയ്യും. കുറച്ച് നേരത്തേക്ക് രാവിലെ ഉറക്കണിക്കുന്നുണ്ട് എല്ലാം കൂടെ വാരി അവിടെ ഇവിടെ എല്ലാം ആക്കിക്കോളും. ആ കാര്യത്തിൽ എനിക്ക് ടെൻഷനേ വേണ്ട. ഇന്നത്തേക്ക് നമുക്ക് വാഷ് ചെയ്യാനായിട്ട് ഭയങ്കര കുറവാണ്. കാര്യം ഞാൻ എല്ലാം വാഷ് ചെയ്ത് വെക്കും. ഉച്ചയ്ക്കത്തെ ഫുഡാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നേരത്തേക്കുള്ളത് ഞാൻ ആക്കുമ്പോൾ അന്നേരം ഉച്ചയ്ക്ക് രാത്രി അങ്ങനെ ചോറും കഴിക്കത്തില്ല. പിള്ളേരും കഴിക്കില്ല, ഗോപുവും കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ രാത്രി പിന്നെ വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കും. ഇതാ ഞാൻ പറഞ്ഞ പൊറോട്ട. ഇത് ഫ്രീസറിലിരുന്നതാണ്. സോ അതിൻ്റെ ഐസ് പോട്ടെ. നമുക്ക് മുട്ട പുഴുങ്ങാൻ വെക്കാം. ഇതിപ്പോൾ എരിവല്ലേ? ഇന്ത്യ എൻട്രാംസ് ആണ്. ഇത് പെർഫ്യൂമിൻ്റെ അലർജിയാണ്. എന്താ അങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഫസ്റ്റ് എൻ്റെ മുടി പിന്നി കെട്ടണം. ഞാൻ കിടക്കുമ്പം പിന്നി കെട്ടിയിട്ടേ കിടക്കാറുള്ളൂ കേട്ടോ. മൊത്തം അടക്കം എൻ്റെ കംഫർട്ട് അതാണ്. ഫേസ് വാഷ് ഒക്കെ ചെയ്ത് മുടി പിന്നി കെട്ടി ഇനി നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ മുടക്കാറില്ല കേട്ടോ. ഞാൻ ഈ നിവ്യ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല മോയ്സ്ചറൈസറാണ്. വീട്ടിലിരിക്കുമ്പോൾ ഇപ്പോൾ മാലയൊന്നും ഇടാറില്ല. കൈ വെച്ച് കഴിഞ്ഞാലേ ശിവ എടുക്കുമ്പോൾ അവൻ വലിച്ചു പൊട്ടിക്കുന്നു. എൻ്റെ ഒരു മാല അവനെ പൊട്ടിച്ചത്. അവനല്ല, മൂത്ത ആളാണ് പൊട്ടിച്ചത്. രണ്ടാമത്തെ ആളാട്ടോ പൊട്ടിച്ചത്. പൊട്ടിച്ചല്ല, പിടിച്ച് വലിച്ചു. അപ്പോൾ അതിങ്ങനെ എൻ്റെ കരിമണിയുടെ നടുക്കത്തത് ഇങ്ങനെ വലിഞ്ഞു വന്നപ്പോഴത്തേന് ഞാനതൊന്ന് കറക്റ്റാക്കാൻ നോക്കി, കെട്ട് കറക്റ്റാക്കാൻ നോക്കിയതാണ്. ഒടിഞ്ഞെൻ്റെ കയ്യിൽ വന്ന്. സുഖം. ലിപ് ബാം തീർന്നു. നാട്ടിൽ നിന്ന് പറയണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ചേട്ടൻ വരുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് കൊടുത്തുവിടാൻ പറയണ്ടായിരുന്നു. അടിപൊളി ലിപ് ബാമാ. എൻ്റെ പ്രഗ്നൻസി തൊട്ടിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സാധനം ഇത്. നമ്മുടെ സമേതയല്ലല്ലേ, എന്ത് വരുന്ന അതിൻ്റെ പേര്? അപ്പോൾ പേരെന്തായിരുന്നു? ഞാൻ മറന്നു. അയ്യോ, ശാന്തിമലല്ലോ. ഞാൻ പ്രസവരക്ഷ എവിടെയായിരുന്നു? സഹ്യ. ഇത് മറ്റേ വിക്ടോറിയ സീക്രട്ടിൻ്റെ ആണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്. എന്തോരം മണമാണെന്ന് അറിയാമോ? ഭയങ്കര എന്താ പറയുക, ഒരു റൊമാൻറ്റിക് സ്മെൽ അതൊക്കെ പറയില്ല. ആ ഒരു സാധനമാണ് ഈ വിക്ടോറിയ സീക്രട്ടിൻ്റെ പെർഫ്യൂമിനൊക്കെ. എനിക്ക് എക്സ് ഉണ്ടായിരുന്നു. ഞാൻ ഈ സ്മെല്ല് കേൾക്കുമ്പോൾ എനിക്ക് ആളെയാണ് ഓർമ്മ വരുന്നത്. പുള്ളിക്കാരൻ്റെ ഗിഫ്റ്റ് കൊടുത്തത് ഈ ഒരു പെർഫ്യൂം കൊടുത്തിട്ടുണ്ട്. വിക്ടോറിയ സീക്രട്ടിൻ്റെ ഈ സെയിം സ്മെല്ലുള്ളത്. ഭയങ്കര മണമാണ്. ഞാൻ ഈ സ്മെല്ല് തരക്കി നടക്കുകയായിരുന്നു. കാണിച്ചു കണ്ടോ? ഇതെല്ലാം വിക്ടോറിയ സീക്രട്ടിൻ്റെ. അത്യാവശ്യം കോസ്റ്റുള്ളതാണല്ലോ, അത്യാവശ്യം റേറ്റ് ഉള്ളതാണ്. നല്ല സ്മെല്ലാണ്. ഡെഫിനറ്റ്ലി ഇനി എൻ്റെ കയ്യിൽ ഇത് തീർന്നു കഴിഞ്ഞാൽ ഇതേ വാങ്ങത്തുള്ളൂ. നമ്മുടെ മുട്ട പുഴുങ്ങി കാണും. അപ്പോൾ എന്ത് കാണാം. ഇനി ഞാൻ കയറി കിടക്കട്ടെ. ഇപ്പോൾ സമയം 10:15 കാണാത്തതേ ഉള്ളൂ. ഗോപു വരുമ്പോൾ 12 മണിയാവും. മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൊച്ച് വരുമ്പോൾ ഇനിയിപ്പോൾ അത് മയോണൈസ് ആക്കിയാൽ മതി. പൊറോട്ട ആ കൊച്ച് വരുമ്പോൾ ആ കൊച്ചിൻ്റെ പൊറോട്ടയൊക്കെ കൊച്ചിൻ്റെ ചുട്ടുപോകും. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിനെൻ്റെ കൂടെ കയറിക്കോളും കുക്കിങ്ങിനൊക്കെ. സോ ബാക്കി വിശേഷങ്ങളൊക്കെ ആ കൊച്ച് വന്നതിന് ശേഷം കാണാം.
മയോണൈസ്. ഇയാള് പൊറോട്ട അടിക്കുമോ? രണ്ട് മുട്ടയും എടുക്കണമായിരുന്നു. നമുക്ക് ഓംലേറ്റും കൂടെ വേണ്ടേ? പോകു വന്ന് മയോണൈസ് അടിക്കാമെന്ന് വിചാരിക്കുന്നു. അതെ, തീരുന്നില്ല. എണ്ണ ഉണ്ടോളി പുഴിഞ്ഞ മുട്ട വെച്ചിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. മറ്റേത് ഉണ്ടാക്കിയിട്ടുണ്ട്. നാട്ടിലെ മുട്ടയുടെ ടേസ്റ്റ് ഒന്നും അല്ല ഇവിടുത്തെ മുട്ടയ്ക്ക്, വെറും കൂറ ടേസ്റ്റാ. ഉണ്ടാക്കുന്ന മുട്ടയല്ലേ ഉണ്ടാക്കുന്ന മുട്ട പിന്നെ മുട്ടയ്ക്കായി 8 തരാം. പാവുപ്പാണ് ഉണ്ടാക്കണമെന്നിന്റെ അമ്മക്ക് നഷ്ടം. ചൈന മുട്ട കണ്ടില്ല? യൂട്യൂബിലടിച്ച് നോക്കാം. പ്രോട്ടീനൊക്കെ പ്രോട്ടീൻ വരുന്നത് എങ്ങനെയാ? പ്രോട്ടീൻ കുടിക്ക് ഉണ്ടാക്കി തരാം. മുട്ട നല്ല മാങ്ങാച്ചോറ് കഴിക്കാൻ തോന്നുന്നു. ഇതെന്ന് പറയുമ്പോൾ നാട്ടില് നമുക്ക് മാങ്ങ കഴിക്കാം. നാട്ടിൽ നിന്ന് ഇനി പോയിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് ഇത് പഠിക്കാം. മുട്ട കൊടുത്തുണ്ട്. മുട്ട ഇങ്ങോട്ടും വരാം. മുട്ട, നേന്ത്രപ്പഴം ഒക്കെ മുട്ട നല്ല പച്ച മാങ്ങ മേടിച്ചിട്ട് നല്ല മാങ്ങാച്ചാർ ഇടണം. കടുമാങ്ങാച്ചാർ സത്യം നടിപ്പോന്ന് തോന്നുന്നു. അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം. അമ്പലത്തിൽ എനിക്ക് ആ ഓച്ചിനമ്പലത്തിൽ ചോറ് കഴിക്കാം. മൂന്നാറ് പോകണം. എന്തൊക്കെയാണ് ആലോചിക്കുന്നത്? എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാനന്ന് എനിക്ക് എന്തിന്റെ കേടായിരുന്നു. കഴിക്കല്ലേടാ, കഴിച്ചു വെന്തിട്ടില്ല അത്. ആ ഓയിൽ നിർത്തണം. ഞാനവിടെ നിക്കണോന്ന് കൊണ്ടിട്ട് വന്നതാ. ഞാനുണ്ടായിരുന്നു കൂടെ നിൽക്കണ്ടായിരുന്നു. നാട്ടിൽ തന്നെ നിന്നാണോ മതിയായിരുന്നു. നാട്ടിൽ കടം പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് 2 കൺട്രിയിൽ കാണും. എല്ലാരും പറച്ചില്ലല്ലേ? ഇരട്ടക്കടന്ന് പറഞ്ഞ അവസ്ഥ. 2 പൊറോട്ട പോലെ കറി ഉണ്ടാവാറ്. സാധിച്ചപ്പോ ഓയിൽ വിളിച്ചില്ല. ഓയിൽ കുരുമുളക് പൊടി ഇടണോ? ഓണായോ? ആ ഓണായി. പുഴിഞ്ഞ മുട്ട നമ്മുടെ പച്ചമുട്ട ചുണ്ടാകുന്ന മയോണൈസ് നല്ലപോലെ വന്നു. ആ ഒരു ടേസ്റ്റ്. അതിന്റെ കളർ മാത്രം വേഗം കളറ്. എന്താ അങ്ങനെ ടേസ്റ്റ് വെച്ച് തോന്നുന്നത് അത് തന്നെ. ഒരു മറ്റേ പുഴിഞ്ഞു മുട്ടയില്ലേ, ഉണ്ണിയുടെ കളറാണെന്ന് തോന്നുന്നു. കറക്റ്റ് അത് തന്നെ വന്നിട്ടുണ്ട്. നല്ലൊരു മന്തി. നോക്കൂ, കൊല്ലത്ത് അവിടെ പോകുമ്പോൾ ദേവി കണക്കൂട്ടുന്ന മന്തി കഴിക്കണം. നാട്ടിൽ പോയിട്ടുണ്ടെല്ലാം ഇവിടുത്തെ മന്തിയൊന്നും കൊള്ളത്തില്ല. നാട്ടിലെ മന്തിക്കാണ് ടേസ്റ്റ്. ഇവിടുത്തെ മന്തിക്ക് പൂറ മന്തി. സാധാരണ അറബിക് ഫുഡാണ് മന്തിന്നല്ലേ വാങ്ങിച്ചത്. പക്ഷെ എനിക്ക് തോന്നിയില്ല നാട്ടിലെ മന്തിക്ക് എന്ത് ടേസ്റ്റാണ്. അതോ ഇതൊക്കെ വാങ്ങിത്തന്നത് കൊള്ളാത്ത മന്തിക്കടയിൽ നാളെ എനിക്കറിയത്തില്ല.
ആണെന്നൊരു വേറെ ഏതാണ് മെഹദി മന്തിയോ മഹദി മന്തിയോ മെഹദി മന്തി. അവ അപ്പൊ സംഭവം കുട്ടി പോ പിന്നെ തള്ളുക. ശിവായിരുന്നു ഉറങ്ങി. ഉണ്ടായിരുന്നു കാശി എന്നോടത്ത് പുറത്തുകൊണ്ട് കളഞ്ഞു. ലാസ്റ്റ് തരണമാണോ? സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ഗോവ എക്സ്പേർട്ടാണ്. ഹോട്ടലിൽ ആര് വന്നാലും ഗോവ ആദ്യം ഓടും. സാൻഡ്വിച്ച് ആണോ ഓർഡർ ആവാൻ എടുത്തോളൂ. ഞങ്ങൾക്ക് വേണോ? വേണ്ട. ഈ കുച്ചങ്ങനെ മധുരമൊന്നും കഴിക്കത്തോന്നില്ല. മധുരം എന്നല്ല എല്ലാവർക്കും കഴിക്കില്ല. അപ്പോൾ ഇത് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ലോഗ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.